Good afternoon. നമ്മളിന്ന് ഹൈഡ്രോളിക്സിൻ്റെ നെക്സ്റ്റ് പോർഷനാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാമെന്നാണ് അല്ലേ, മെഷർമെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. മാനോമീറ്റേഴ്സും മെക്കാനിക്കൽ ഗേജസും ഉണ്ടായിരുന്നത്. മാനോമീറ്ററിൽ സിമ്പിൾ മാനോമീറ്റർ, അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ടായിരുന്നു. സിമ്പിൾ മാനോമീറ്ററിനെ പിന്നെ നമുക്ക് പീസോമീറ്റർ എന്നും യൂട്യൂബ് മാനോമീറ്റർ എന്നും സിംഗിൾ കോളം മാനോമീറ്റർ എന്നും ഡിവൈഡ് ചെയ്തു. അതിൽ സിംഗിൾ കോളം മാനോമീറ്റർ തന്നെ വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്ററിനകത്തുള്ളതാണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും. നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും അതുമായി ബന്ധപ്പെട്ടുള്ള 2-3 പ്രോബ്ലം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മെക്കാനിക്കൽ ഗേജസ് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫ്ലൂയിഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് മെക്കാനിക്കൽ ഗേജസ് ആയിട്ടുള്ള ഇത്രയും ടൈപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രോബ്ലം മറ്റും വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. പ്രോബ്ലം മസ്റ്റാണ്, നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം. ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനു മുൻപ് എന്താണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് 2 പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പീസോമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പീസോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഗ്ലാസ് കോളമാണ് അല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബാണ് പീസോമീറ്റർ. അത് നമ്മൾ എവിടെയാണോ പ്രഷർ മെഷർ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കും. ആ പോയിന്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ പ്രഷറാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യും അല്ലേ. അപ്പോൾ പൈപ്പിലൂടെ ഒഴുകുന്ന ലിക്വിഡ് ഏതോ ആയിക്കോട്ടെ അത് ഈ പീസോമീറ്ററിലൂടെ റൈസ് ചെയ്യും. അപ്പോൾ അത്ര റൈസ് ചെയ്തു എന്ന് നമ്മൾ മെഷർ ചെയ്യും. അതായത് എച്ച്, ഹെഡ്, പ്രഷർ ഹെഡ്. ആ ഹെഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കാണാം, P = ρgh. അങ്ങനെയാണ് നമ്മൾ പീസോമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പീസോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൂടുതലുള്ള ലിക്വിഡാണ് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക, ഹൈ പ്രഷറിൽ ഫ്ലോ ചെയ്യുകയാണ് അല്ലേ. സോ പീസോമീറ്ററിലൂടെ പുറത്തോട്ട് വരും, ആ ലിക്വിഡ് പീസോമീറ്ററിലൂടെ പുറത്തോട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത്, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ആ യൂട്യൂബിനകത്ത് നമ്മളൊരു മാനോമെട്രിക് ലിക്വിഡ് എന്ന് പേരുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് എടുക്കും. അതായത് ആ ലിക്വിഡ് ചിലപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെർക്കുറിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മെർക്കുറി യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അതിന് സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കൂടുതലാണ്, ഹയർ ലിക്വിഡാണ്. അപ്പോൾ ഈ പ്രഷർ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിലും അത് ഈ നമ്മുടെ മെർക്കുറി അതിൻ്റെ ആ ഹെഡ് ഉണ്ടാകുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് പുറത്തോട്ട് ഫ്ലൂയിഡ് പുറത്തോട്ട് ഒഴുകി പോകുന്നതിന് കൺട്രോൾ ചെയ്യാനായിട്ട് മെർക്കുറി സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് മാനോമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തത്. നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, യൂട്യൂബ് തന്നെയാണ്. 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് മെഷർ ചെയ്യണം അല്ലേ. സോ അതിൻ്റെ 2 എൻഡും ഏതൊക്കെ പോയിന്റുകൾ തമ്മിലുള്ള പ്രഷറാണ് മെഷർ ചെയ്യേണ്ടത് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ A എന്ന പൈപ്പ് ഉണ്ടാവും, ഇവിടെ B എന്ന പൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ 2 പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണിത്, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണിത്. ഇനി നമ്മൾ അതിൻ്റെ ഡാറ്റ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, മാനോമെട്രിക് ലിക്വിഡിൻ്റെ ഏത് ലിമ്പിലാണോ മാനോമെട്രിക് ലിക്വിഡ് കുറവ് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റം എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഫിഗറിൽ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് ലിമ്പും റൈറ്റ് ലിമ്പും എടുക്കുക. ലെഫ്റ്റ് ലിമ്പിലാണോ റൈറ്റ് ലിമ്പിലാണോ മാനോമെട്രിക് ലിക്വിഡ് കുറവുള്ളത്? ലെഫ്റ്റ് ലിമ്പിലാണ് മാനോമെട്രിക് ലിക്വിഡ് ഇവിടെ കുറവുള്ളത്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ഡാറ്റം ലൈൻ വരയ്ക്കാനായിട്ട്. ഇനി ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ, ഇപ്പോൾ ഈ ഫിഗറിൽ ഇവിടെ ഈ ലെഫ്റ്റും റൈറ്റ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലാണ് കുറവ്. സോ അവിടെ വേണം, അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡാറ്റം ഫിക്സ് ചെയ്യാനായിട്ട്.
ഇതാണ് ഒരു ഇൻവേർട്ടഡ് q-tube ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പോൾ നമുക്ക് ഇതാണ് ഇൻവേർട്ടഡ് q-tube ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അതായത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ തന്നെയാണ്, പക്ഷേ ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള യൂട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള യൂട്യൂബ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആക്യുറസി മെയിൻ കൺസിഡറേഷൻ ആയി വരികയാണെന്നുണ്ടെങ്കിൽ ആ കേസുകളിലാണ് നമ്മൾ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുക. ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്നത് ലൈറ്റ് ലിക്വിഡ് ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ മെർക്കുറി യൂസ് ചെയ്യില്ല. മെർക്കുറി എന്ന് പറയുന്നത് ഹെവി ലിക്വിഡ് ആണ്, അല്ലെ? ഹെവി ലിക്വിഡ് ആണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ലൈറ്റർ ആയിട്ടുള്ള ലിക്വിഡ്സ് വേണം, അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ, അങ്ങനത്തെ ലിക്വിഡ്സ് ആയിരിക്കും നമ്മൾ മാനോമെട്രിക് ലിക്വിഡ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ രണ്ട് എൻഡും എവിടുത്തെ പ്രഷർ ഡിഫറൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത്, ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പൈപ്പ് എ, ഇതാണ് നമ്മുടെ പൈപ്പ് ബി. ഈ രണ്ട് പൈപ്പിനെയും നമ്മളൊരു ഇൻവേർട്ടഡ് യൂട്യൂബ് വെച്ച് കണക്ട് ചെയ്തു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എ എന്ന പൈപ്പിലുള്ള ലിക്വിഡ് ലെഫ്റ്റ് ലിംബിലേക്ക് കയറി, അതുപോലെ ബി എന്ന പൈപ്പിലെ ലിക്വിഡ് റൈറ്റ് ലിംബിലേക്ക് കയറി. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രഷർ ഇതിനപേക്ഷിച്ച്, ബി എന്ന പൈപ്പിനെ അപേക്ഷിച്ച് ഇതിന്റെ പ്രഷർ കൂടുതലാണ്. സോ അത് കൂടുതലായിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? റൈറ്റ് ലിംബിലേക്ക് മെർക്കുറിയുടെ ലെവൽ താഴ്ന്നു വരും. അപ്പോൾ ഏത് ലിംബിലാണോ മെർക്കുറി അല്ല, ഈ മാനോമെട്രിക് ലിക്വിഡ്, ഏത് ലിംബിലാണോ മാനോമെട്രിക് ലിക്വിഡിന്റെ അളവ് കുറവ്, അത് ബേസ് ചെയ്ത് വേണം നമ്മൾ ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബ് എടുക്കുമ്പോൾ ലെഫ്റ്റ് ലിംബിലാണ് കുറവ്. സോ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ, ഡാറ്റം ലൈൻ. ഓക്കെ, ഇനി ഇതിൽ ഈ H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ലെഫ്റ്റ് ലിംബ് ബിലോ ഡാറ്റം ലൈൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എല്ലാം പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കും, നമ്മളെല്ലാം ഡാറ്റം ലൈനിന് മുകളിലേക്കാണ് മെഷർമെന്റ്സ് എടുത്തിരുന്നത്. ഓക്കെ, ഡാറ്റം ലൈനിന് മുകളിലേക്കാണ് മെഷർമെന്റ്സ് എടുത്തിരുന്നത്. പക്ഷേ ഈ ഇൻവേർട്ടഡ് യൂട്യൂബ് എടുത്ത് നോക്കി നോക്കൂ, നമ്മളിവിടെ ഡാറ്റം ലൈനിന് താഴോട്ട് ആണ് ഹെഡ് മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഡാറ്റം ലൈനിന് താഴേക്കാണ് ഹെഡ് എല്ലാം മെഷർ ചെയ്യുന്നത്. സോ ഇവിടുത്തെ H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ലെഫ്റ്റ് ലിംബ് ബിലോ ഡാറ്റം ലൈൻ. ഓക്കെ, ഇനി H2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ റൈറ്റ് ലിംബ് ബിലോ ഡാറ്റം ലൈൻ. Then H is the difference in mercury limb in U-tube manometer. അതായത് നമ്മുടെ രണ്ട് ലിംബിലെയും മാനോമെട്രിക് ലിക്വിഡ് ഏതാണോ അതിന്റെ ഡിഫറൻസ് ആണ് H എന്ന് പറയുന്നത്. മെർക്കുറി അല്ല, ഇവിടെ കറക്ഷൻ വേണം, ഇത് മാനോമെട്രിക് ലിക്വിഡ് ആണ് കേട്ടോ, മെർക്കുറി അല്ല, മാനോമെട്രിക് ലിക്വിഡ് ആണ്. ദെൻ S1 എന്ന് പറയുന്നത് പൈപ്പ് എയിലുള്ള ലിക്വിഡ് ഏതാണോ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. S2 എന്ന് പറയുന്നത് പൈപ്പ് ബിയിലുള്ള ലിക്വിഡ് ഏതാണോ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ദെൻ S എന്ന് പറയുന്നത് നമ്മുടെ മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ρ1 എന്ന് പറയുന്നത് പൈപ്പ് എയിലുള്ള ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന്റെ ഡെൻസിറ്റി ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെ, 1000 ഇൻറ്റു S1. ρ2 എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു S2. റോ എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് ലിക്വിഡിന്റെ ഡെൻസിറ്റി 1000 ഇൻറ്റു S. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാറുള്ളത്? നമ്മളൊരു ഹൊറിസോണ്ടൽ സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ സർഫസിലെ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടുത്തെ പ്രഷർ സെയിം ആയിരിക്കും അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ് എന്നുള്ള റെഫറൻസ് ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പ്രഷർ സെയിം ആണ്. സോ നമുക്ക് എന്തെഴുതാം? പ്രഷർ below datum in left limb is equal to pressure below in right limb. Below ആണ്, above അല്ല. Pressure below left limb is equal to pressure below right limb. അപ്പോൾ below ആണ്, അത് കറക്റ്റ് ചെയ്യണം, below ആണ്. ഇനി നമ്മളിതിൽ ലെഫ്റ്റ് ലിംബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ പ്രഷറാണ് വരിക? ഈ ലെഫ്റ്റ് ലിംബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എ എന്ന പോയിന്റിൽ ഒരു പ്രഷർ ഉണ്ടാവും, ദാറ്റ് ഈസ് PA. ഇനി ഈ H1 കാരണം ഒരു പ്രഷർ ഉണ്ടാവും,
ρ1GH1. പക്ഷേ അതിൻ്റെ സൈൻ മൈനസ് ആയിരിക്കും. ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് എടുത്തിരുന്നെങ്കിൽ നമ്മൾ പ്ലസ് ആണ് എടുത്തിരുന്നത്. കാരണം എന്താ, നമ്മളത് ഹെഡ് മെഷർ ചെയ്തത് XX എന്നുള്ള റെഫറൻസ് ലൈനിന്റെ മുകളിലോട്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പ്ലസ് എന്ന് നമ്മൾ എടുത്തത്. അവിടുത്തെ ഹെഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ കേസിൽ നമ്മൾ H1 എന്ന് മെഷർ ചെയ്യുന്നത് XX റെഫറൻസ് ലൈനിന്റെ താഴോട്ടാണ്. സോ അത് മൈനസ് ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും തമ്മിലുള്ളൂ. അത് ഓർത്ത് വയ്ക്കുക. ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ H എന്ന് വരുന്ന ടേമുകളെല്ലാം മൈനസ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ബിലോ ഡാറ്റം ഇൻ റൈറ്റ് ലിംബ് ഏതൊക്കെയായിരിക്കും? ബി എന്ന പോയിന്റിലെ പ്രഷർ ഉണ്ടായിരിക്കും PB മൈനസ് ഈ H2 കാരണം ഒരു പ്രഷർ ഉണ്ടായിരിക്കും ρ2GH2. ഓക്കെ, ρ2GH2. പിന്നെ ഈ ഒരു H എന്നുള്ള ഹെഡ് കാരണം, മാനോമെട്രിക് ലിക്വിഡിന്റെ H എന്നുള്ള ഹെഡ് കാരണം ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അത് ρGH എന്ന് എഴുതിയാൽ മതി. കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ കുറച്ച് കറക്ഷൻ പറഞ്ഞു. ഇത് ഈ ഒരു സംഭവത്തിന് നമ്മൾ ρGH ആക്കാം കേട്ടോ. ഞാൻ ρGH ടൈപ്പ് ചെയ്തതെല്ലാം മിസ്റ്റേക്കാണ്. ρGH. ദെൻ H എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ഇൻ മെർക്കുറി. മെർക്കുറി എന്ന് എഴുതരുത്. എന്തെന്ന് എഴുതാം? മാനോമെട്രിക് ലിക്വിഡ്. കറക്റ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഇത് രണ്ടും എബോ അല്ല, ബിലോ ആണ്. ബിലോ. ഇത് രണ്ടും ബിലോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കറക്റ്റ് ചെയ്യണം. കറക്ഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? പ്രഷർ ഇൻ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് ലിംബ്. ദാറ്റ് ഈസ് PA മൈനസ് ρ1GH1 is equal to PB minus ρ2GH2 minus ρ3HG. ഇത് വേണ്ട, ρGH എന്ന് മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കറക്ഷൻ ചെയ്യുന്നു വിചാരിക്കുന്നു. ഇതാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോബ്ലം ശ്രദ്ധിക്കുക. ആൻ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു 2 pipes A and B carrying liquids of specific gravity 1.6. The pipe A is 100 mm above pipe B. The relative density of manometric liquid is 0.85. If the manometer reads 500 mm, find the difference of pressure between 2 points in kilonewton per meter square. The level of manometric liquid in pipe B coincides with the center line of pipe A. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മുടെ മാനോമീറ്ററിനെ വരയ്ക്കാം. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് ആൻ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. ഇതൊരു ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആണ്. അതിന്റെ രണ്ട് എൻഡും രണ്ട് പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പൈപ്പ് A, പൈപ്പ് B. രണ്ടിലെയും ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.6. സോ സെയിം ലിക്വിഡ് ആണ് പൈപ്പ് എയിലും ബിയിലും ഉള്ളത്. രണ്ടിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി 1.6 ആണ്. പൈപ്പ് A ഈസ് 100 mm എബോവ് പൈപ്പ് B. അപ്പോൾ പൈപ്പ് A ആണ് മുകളിൽ നിൽക്കുന്നത്, പൈപ്പ് B താഴെയാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. ക്ലിയർ? ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 100 ആണ്. നമ്മൾ ഈ സെന്റൻസ് വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കുക. A ഈസ് എബോവ് 100 mm ഫ്രം B. B എന്ന പോയിന്റിൽ നിന്ന് 100 mm മുകളിലാണ് A. ദെൻ ഇവർ പറഞ്ഞിട്ടുണ്ട് the relative density of manometric liquid is 0.85. അതായത് നമ്മുടെ ഈ യൂട്യൂബിലുള്ള മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.85 ആണ് തന്നിട്ടുണ്ട്. മാനോമീറ്റർ റീഡ്സ് 500 mm. മാനോമീറ്ററിൽ കാണിക്കുന്നത് 500 mm. അതായത് ആ രണ്ട് ലിംബിലെയും മാനോമെട്രിക് ലിക്വിഡിന്റെ ലെവൽ ഡിഫറൻസ് ആണ് മാനോമീറ്റർ റീഡ്സ് എന്ന് പറയുന്നത്. അത് 500. അതായത് ലെഫ്റ്റ് ലിംബിലുള്ള ലിക്വിഡിന്റെ
റൈറ്റ് ലിംബിലുള്ള ലിക്വിഡ് മാനോമെട്രിക് ലിക്വിഡിന്റെയും ഡിഫറൻസ് ആണ് മാനോമെട്രിക് റീഡിംഗ് എന്ന് പറയുന്നത്. അത് 500. ഓക്കെ, ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എയും ബിയും പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ കണ്ടുപിടിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പൈപ്പിന്റെയും, അതായത് ഓരോ ലിക്വിഡിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ആദ്യം പൈപ്പ് എ എടുക്കാം. പൈപ്പ് എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H1 എന്ന് പറയുന്നത് എന്തായിരിക്കും? H1 പൈപ്പ് എയിൽ നിന്ന് റെഫറൻസ് ലൈനിലേക്കുള്ള ഹൈറ്റ് അത് എത്രയാണ്? 500 mm, സോ 0.5 മീറ്റർ. ഇനി ഇവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇത് അറിയാം 1.6. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി ρ1 എന്ന് പറയുന്നത് 1000 × 1.6. ഓക്കെ, അപ്പൊ 1600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടി. ഇനി പൈപ്പ് ബി എടുക്കൂ. പൈപ്പ് ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ H2 എന്ന് പറയുന്നത് 100, 0.1 മീറ്റർ. S2 എന്ന് പറയുന്നത് 1.6, സോ ρ2 എന്ന് പറയുന്നത് 1000 × 1.6, 1600 നമുക്ക് കിട്ടും. അത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി മാനോമെട്രിക് ലിക്വിഡിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഹെഡ് എത്രയാ? H എന്ന് പറയുന്നത് എത്രയാണ്? അതും എത്ര തന്നെയാ വരുന്നത്? ഈ രണ്ട് ലിക്വിഡ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് 500 തന്നെയാണ് അല്ലേ? സോ 0.5 മീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.85. ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 0.85. ദെൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 × 0.85, 850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയല്ലോ. ഇനി എന്ത് എഴുതാം? പ്രഷർ ബിലോ ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിംബ്. ലെഫ്റ്റ് ലിംബിലുള്ള പ്രഷർ എ എന്ന പോയിന്റിലെ പ്രഷർ ഉണ്ടാവും. സോ PA മൈനസ് ഈ ഹെഡ് കാരണമുള്ള പ്രഷർ എന്താണ്? ρ1 GH1. PA മൈനസ് ρ1 GH1. ദെൻ പ്രഷർ ബിലോ ഡാറ്റം ഇൻ റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബിലുള്ള പ്രഷർ ഏതൊക്കെയാണ്? ഒന്ന് PB മൈനസ് ഈ ഹെഡ് കാരണം, നിങ്ങൾ ഈ കേഴ്സർ മൂവ് ചെയ്ത് നോക്കുക, ഈ ഹെഡ് കാരണമുള്ള പ്രഷർ ദാറ്റ് ഈസ് ρ2 GH2. ദെൻ ഈ ഹെഡ് കാരണം, മാനോമെട്രിക് ലിക്വിഡിന്റെ ഈ ഹെഡ് കാരണമുള്ള പ്രഷർ ദാറ്റ് ഈസ് ρ GH. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? PB മൈനസ് ρ2 GH2 മൈനസ് ρ GH എന്ന് കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഇൻ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് ലിംബ്. ലെഫ്റ്റ് ലിംബിലുള്ള പ്രഷറാണ് PA മൈനസ് ρ1 GH1. റൈറ്റ് ലിംബിലുള്ള പ്രഷറാണ് PB മൈനസ് ρ2 GH2 മൈനസ് ρ GH. അപ്പൊ ഇത് രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. PA നമ്മൾ കണ്ടുപിടിക്കണം. PA മൈനസ് ρ1 എന്ന് പറയുന്നത് ഇവിടെ നോക്കുക 1600 ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 9.81 ഇൻറ്റു H1 എന്ന് പറയുന്നത് 0.5 ഈക്വൽ ടു PB അതുപോലെ എഴുതി മൈനസ് ρ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 9.81 ഇൻറ്റു H എന്ന് പറയുന്നത് 0.1 മൈനസ് ρ GH. റോ എന്ന് പറയുന്നത് 850 ഇൻറ്റു 9.81 ഇൻറ്റു 0.5. അപ്പോൾ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PA മൈനസ് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1600 ഇൻറ്റു 9.81 ഇൻറ്റു 0.5 ചെയ്ത് കഴിഞ്ഞാൽ 7848 എന്ന് കിട്ടി. ഈക്വൽ ടു PB മൈനസ് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5738.85 കിട്ടി. അപ്പോൾ PA മൈനസ് PB ഇതിൽ നിന്ന് നമുക്ക് 2109.15 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പക്ഷെ നമ്മുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ വേണം കാണാനായിട്ട്. സോ അത് നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ബൈ 1000 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 2.109 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? നമ്മൾ എച്ചിന്റെ ടേംസിനെല്ലാം മൈനസ് കൊടുക്കണം. കാരണം നമ്മൾ ഡാറ്റം സർഫസിൽ താഴോട്ടാണ് ഹെഡുകളെല്ലാം മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കിയാലോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം ഇതാണ്. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ two different pipes to which an inverted U-tube differential manometer having an oil of specific gravity 0.8 is connected. The pressure head in A is 2 meters of water. Find pressure in pipe B for manometer readings as shown in figure. Dimensions are centimeter. Okay, അതായത് രണ്ട് പൈപ്പിലൂടെയും വാട്ടർ ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1, അത് ഓർക്കണം. എന്നിട്ട് അതിലേക്ക് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്നത്
ഒരു ഓയിലാണ്. ആ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. ഓക്കെ, എ എന്ന പൈപ്പിലുള്ള പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 2 meters ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഹെഡിലാണ് തന്നിരിക്കുന്നത് 2 meters ഓഫ് വാട്ടർ. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ബി എന്ന പൈപ്പിലുള്ള പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് പ്രഷർ ഇൻ പൈപ്പ് ബി. ഓക്കെ, അപ്പൊ റീഡിങ്സും കാര്യങ്ങളും നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഗർ കണ്ടുപിടിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല, ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ H1 എന്നുള്ളത് 30 ആണ്, H2 എന്നുള്ളത് 10 ആണ്, മാനോമെട്രിക് റീഡിംഗ് എന്ന് പറയുന്നത് 12 ആണ്. ഓൾ ഡയമെൻഷൻസ് ആർ സെന്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ H1 എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ, അതായത് 0.3 മീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, സോ 1. അപ്പൊ അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 into S1, 1000 into 1000 kg/m³. ഓക്കെ, ഇനി ഈ എ എന്ന പോയിന്റിലെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് PA, 2 meters ഓഫ് വാട്ടർ. ഈ പൈപ്പ് ബിയിലെ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H2 എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 0.1 മീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 1 എന്നുള്ളത് അറിയാം, വാട്ടറിന്റെ ആയതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി 1. അപ്പോൾ അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 into 1000 kg/m³. ഇനി മാനോമെട്രിക് ലിക്വിഡിന്റെ റീഡിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ, സോ 0.12 മീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 into 0.8, 800 kg/m³. നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബി എന്ന പോയിന്റിലെ പ്രഷറാണ്. ബി എന്ന പോയിന്റിലെ പ്രഷർ PB. ഓക്കെ, അപ്പൊ നമുക്ക് PA തന്നിട്ടുണ്ട് 2 meters ഓഫ് വാട്ടർ. അപ്പൊ അതിനെ നമുക്ക് Nm/m²ലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഹെഡ് ആണ് തന്നിരിക്കുന്നത്. ഹെഡ് തന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ എങ്ങനെയാണ്? ρGH. റോ എന്ന് പറയുന്നത് 1000, G എന്ന് പറയുന്നത് 9.81, H എന്ന് പറയുന്നത് 2. അത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 19620 Nm/m² എന്ന ആൻസർ കിട്ടും. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. പ്രഷർ ബിലോ ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിംബ്. പ്രഷർ ബിലോ ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിംബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? എ എന്ന പോയിന്റിലെ പ്രഷർ PA മൈനസ് ഈ H1 കാരണമുള്ള പ്രഷർ ρGH. അപ്പൊ അതിന് നമുക്ക് ρ1GH1. ഓക്കെ, ദെൻ പ്രഷർ എബോ അല്ല ബിലോ ആണ്, കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇതെന്താണ്? ബിലോ ആണ്, ബിലോ. പ്രഷർ ബിലോ ഡാറ്റം ഇൻ റൈറ്റ് ലിംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബി എന്ന പോയിന്റിലെ പ്രഷർ PB മൈനസ് ഈ H2 കാരണമുള്ള പ്രഷർ ρ2GH2, ദെൻ H കാരണമുള്ള പ്രഷർ ρGH. ഈ രണ്ടും ഈക്വേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് PA മൈനസ് ρ1GH1 ഈക്വൽ ടു PB മൈനസ് ρ2GH2 മൈനസ് ρGH. ഓക്കെ, ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. PA നമുക്കറിയാം 19620 മൈനസ് ρ1 1000 ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 9.81, H1 എന്ന് പറയുന്നത് 0.3 ഈക്വൽ ടു PB ആണ് കണ്ടുപിടിക്കേണ്ടത്. PB മൈനസ് ρ2 എന്ന് പറയുന്നത് 1000 ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 9.81, H2 എന്ന് പറയുന്നത് 0.1 മൈനസ് റോ എന്ന് പറയുന്നത് 800 ഇൻറ്റു G എന്ന് പറയുന്നത് 9.81 ഇൻറ്റു H എന്ന് പറയുന്നത് 0.12. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് PBയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് PBയുടെ വാല്യൂ, PA മൈനസ് PB അല്ല കേട്ടോ, PB എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കറക്റ്റ് ചെയ്യണേ. PB ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഓക്കെ, ഇത് പോട്ടെ. ഇതെന്തോ കാൽക്കുലേഷൻ എറർ ആണ്. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. ഇതിൽ നിന്ന് PB കണ്ടുപിടിക്കുക, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് PB കണ്ടുപിടിക്കുക. അപ്പോൾ ഐ തിങ്ക് ഇതിന്റെ വാല്യൂ ഇതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് PB കാണാം. PB എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 18599 Nm/m². അതായത് kN/m²ലേക്ക് മാറ്റാനായിട്ട്
8/1000 ചെയ്ത് കഴിഞ്ഞാൽ 18.6 kN/m² എന്ന് നമുക്ക് ബി എന്ന പോയിന്റിലെ പ്രഷർ കിട്ടും. പക്ഷെ നമുക്ക് എ എന്ന പോയിന്റിലെ പ്രഷർ എങ്ങനെ തന്നിരിക്കുന്നത്? The pressure head in A is 2 meters of water. In terms of വാട്ടറിന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ വാട്ടറിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? റോ ജി എച്ച് ആണ് ഇക്വേഷൻ അല്ലേ? റോ ജി എച്ച് ആണ്, പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ് ഇക്വേഷൻ. അപ്പോൾ പി കാണാനായിട്ട് നമുക്ക് 18599/1000 × 9.81 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ ആൻസർ കിട്ടും 1.9 meters ഓഫ് വാട്ടർ. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യണേ, ഇത് തന്നെയാണ് വാല്യൂ കിട്ടുക എന്നൊന്ന് ചെക്ക് ചെയ്യണം. എന്താ കറക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് kN/m² ഇൻ ടേംസ് ഓഫ് വാട്ടറിലും നമുക്ക് ബി എന്ന പോയിന്റിലെ പ്രഷർ കിട്ടും. ക്ലിയർ? ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ പ്രഷർ റീഡിംഗ് എച്ച് ഓഫ് എൻ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ containing oil of specific gravity 0.7 as the manometric fluid when connected across pipe A, B as shown in figure. Conveys liquid of specific gravity 1.2 and 1. Pipe A, B are located at same level and pressure in both pipes are equal. അതായത് നമുക്ക് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് പ്രഷർ റീഡിംഗ് എച്ച് ആണ്. അതായത് മാനോമെട്രിക് റീഡിംഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്നത് ഓയിലാണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.7 ആണ്. ഓക്കെ, എയും ബിയും ഒരേ ലെവലിലാണ് ഇരിക്കുന്നത്. ബാക്കി റീഡിങ്സ് എല്ലാം പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എ എന്ന പൈപ്പിലെ ബി എന്ന പൈപ്പിലും പ്രഷറും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രഷറും സെയിം ആണ്. അപ്പൊ എ എന്ന പൈപ്പിലെ റീഡിങ്സ് എടുക്കുകയാണെങ്കിൽ H1 എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. സോ 0.3 മീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.2. സോ ഡെൻസിറ്റി എന്തായിരിക്കും? 1000 × 1.2 1200 kg/m³ എന്ന് കിട്ടി. ഇനി ബി എന്ന പൈപ്പിലെ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? ബി എന്ന പൈപ്പിലെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയുണ്ട്. ദാറ്റ് ഈസ് 0.3 + H. ഓക്കെ, 0.3 + H. S2 എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി 1 തന്നെയാണ്. സോ ഡെൻസിറ്റി 1000 ആയിരിക്കും. ഇനി മാനോമെട്രിക് റീഡിങ്ങിലെ ഇവിടെയാണ് കൂടുതൽ ഉള്ളത്. ഓക്കെ, കുറവുള്ളത് ഇവിടെ. അപ്പൊ ഈ എച്ച്, അതായത് ലെഫ്റ്റ് ലിംബിൽ റൈറ്റ് ലിംബിലാണ് ഹെഡ് കുറവ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡാറ്റ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഹെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിസിക് ഗ്രാവിറ്റി 0.7 ആണ് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 × 0.7 700 kg/m³. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ? ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ പ്രഷർ ബിലോ ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിം ഈക്വൽ ടു പ്രഷർ എബവ് ബിലോ ഡാറ്റം ഇൻ റൈറ്റ് ലിംബ്. ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും പ്രഷർ ഹെഡ് സെയിം, പ്രഷർ സെയിം ആണെന്ന് എഴുതാം. അപ്പൊ ലെഫ്റ്റ് ലിംബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രഷർ വരിക? എന്തൊക്കെയായിരിക്കും പ്രഷർ വരിക? എ എന്ന പോയിന്റിലെ പ്രഷർ ഉണ്ടാകും. സോ പി എ. പിന്നെ ഇതിലുള്ള ഈ ഒരു ലിക്വിഡ് റൈസ് ചെയ്തിട്ട് 30 സെന്റിമീറ്റർ ഹെഡിലുള്ള ഒരു പ്രഷർ ഉണ്ടാവും അല്ലെ? അതാണ് ρ1 GH1 എഴുതിയിരിക്കുന്നത്. മൈനസ് ഈ എച്ച് കാരണം ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് റോ ജി എച്ച്. ഇനി റൈറ്റ് ലിംബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എന്ന പോയിന്റിലെ പ്രഷർ പി ബി മൈനസ് ഈ എച്ച് കാരണമുള്ള പ്രഷർ അത് എത്രയാണ്? ρ2 GH2. ഇനി രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി എ പി ബി രണ്ടും സെയിം ആണ്. പി എയും പി ബിയും സെയിം ആണ്. സോ നമുക്ക് അതിനെ പി എന്ന് എഴുതാം. സോ പി മൈനസ് ρ1 എത്രയാണ്? ഇത് എവിടെയുണ്ട്? 1200 × 9.81. 9.81 ആണ് കേട്ടോ. ഒരു 1 കൂടി ഉണ്ട്. ഇൻറ്റു H1 എന്ന് പറയുന്നത് 0.3 മൈനസ് റോ ജി എച്ച്. റോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 700 ഇൻറ്റു 9.81 ഇൻറ്റു എച്ച്. ആ എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു പി ബിനെ നമുക്ക് പി എന്ന് എഴുതാം. മൈനസ് ρ2 എന്ന് പറയുന്നത് 1000 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.81 ഇൻറ്റു H2 എന്ന് പറയുന്നത് 0.3 + H. ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി മൈനസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3531.6 എന്ന് കിട്ടും. മൈനസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 68867 H എന്ന് കിട്ടും. ഈക്വൽ ടു പി മൈനസ് 2943 മൈനസ് 9810 H എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിയും ബിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 2943 H = 588.6 എന്ന് കിട്ടി.
ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ പ്രഷർ റീഡിംഗ് എച്ച് എന്ന് പറയുന്നത് 0.2 മീറ്റേഴ്സ്, അതായത് 20 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവരും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം. പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇത് സബ്മിറ്റ് ചെയ്യണം. ഇത് നിർബന്ധമായിട്ടും ക്ലാസ് കംപ്ലീറ്റ് കേട്ട് നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഷർ മെഷർമെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. അപ്പോൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.